ഇത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മലബാർ ഷേക്ക് ആണെന്ന്. ഈ തിരക്ക് കാണുമ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മംഗലത്തിന്റെ പൊരക്ക് പുതിയാപ്പിള വന്നേന്ന്. വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ 2 ദിറംസിന് 2 പീസ് കൽത്തപ്പവും ചിക്കന്റെ ഗ്രേവി ഇട്ടിട്ട് ഒരു തെരുത്തുണ്ട്. അത് തിന്നിട്ട് മിൽട്ടിമിനാമിന് ചെല്ലുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആക്കാം. പിന്നെ അതിന്റെ ഒക്കെ നല്ല ചായ. ഈ ചൂട് ചൂട് കൽത്തപ്പം വീത്തുന്നത് രാത്രി പുതിയാപ്പിളുടെ ഒക്കെ ആള് വരുന്നുണ്ട്, ഓർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ്. അപ്പുറത്തെ ചമ്പില് ചൂട് ചൂട് ബീഫ് കറിയോട് ഷാക്കി തല്ലാക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ബീഫ് പള്ളിക്കറി. അതിലേക്ക് തേങ്ങ ഇടലുണ്ട് ഒരു ഫൈനൽ ടച്ചിന്. ആ ടച്ച് വരുമ്പാണ് ബീഫ് കറിന്റെ മജ്ജ പൊലിച്ച് കിട്ടുന്നത്. ഈ ബീഫ് കറിന്റെ സ്മെൽ അടിക്കുമ്പോ അപ്പുറത്തുനിന്ന് നെയ്ച്ചോറ് പറയുന്നുണ്ട്, ഞാനില്ലാണ്ട് എന്ത് ബീഫ് പള്ളിക്കറി. ദുബൈയിൽ ആദ്യമായിട്ട് പള്ളിക്കട്ട് കൊണ്ടുവന്നത് കാസർഗോഡ് റെസ്റ്റോറന്റ് ആണെങ്കിലും സംഭവം ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് കൽത്തപ്പം റെസ്റ്റോറന്റ് തന്നെ. ആദ്യം കവർ എടുത്തിട്ട് ബീഫ് പള്ളിക്കറി അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് നെയ്ച്ചോറ് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടുന്ന കെട്ടിന്റെ പേരാണ് പള്ളിക്കെട്ട്. സംഭവം ഈ പള്ളിക്കെട്ട്